കനത്ത മഴയിൽ നിന്ന് സംസ്ഥാനത്തിന് ആശ്വാസം. 7 ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് അലർട്ട് ഉള്ളത്. മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ്. നാളെ മുതൽ മഴയുടെ തോത് കുറയും. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. വയനാട്ടിൽ വെള്ളം കയറിയ പ്രദേശങ്ങളിലെല്ലാം വെള്ളം താഴ്ന്നു തുടങ്ങി. എങ്കിലും നിയന്ത്രണങ്ങൾ തുടരുന്നുണ്ട്. നിലവിൽ ഓറഞ്ച് അലർട്ടാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. പത്തനംതിട്ട ജില്ലയിൽ മഴക്കെടുതി മൂലമുള്ള വെള്ളക്കെട്ട് തുടരുന്നു. തിരുവല്ല, അപ്പർ കുട്ടനാട് മേഖലയിലെ പല പ്രദേശങ്ങളും ഇപ്പോഴും വെള്ളത്തിനടിയിലാണ്. ജില്ലയിൽ മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും തിരിച്ച് വീട്ടിൽ പോകാൻ കഴിയാത്ത അവസ്ഥയിലാണ് ക്യാമ്പിലുള്ള പലരും. ഇടുക്കിയിൽ ഇടവിട്ട് മഴ ശക്തമാകുന്നുണ്ട്. 3 അണക്കെട്ടുകളിൽ നിന്ന് വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നത് തുടരുന്നു. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ഷട്ടറുകൾ തുറന്നു. കമ്പം താഴ്വരയിലെ 14,707 ഏക്കറോളം വരുന്ന നെൽകൃഷിക്ക് വേണ്ടിയാണ് തമിഴ്നാട് വെള്ളം കൊണ്ടുപോകുന്നത്. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്നുള്ള ജലം കൃഷിയിടങ്ങളിലേക്ക് എത്തുന്നതോടെ കടുത്ത പ്രതിസന്ധിയിലായിരുന്ന തമിഴ്നാട്ടിലെ കർഷകർക്ക് വലിയ ആശ്വാസമാകും. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളുമായി സ്റ്റാലിനാണ് നമ്മളോടൊപ്പം ചേരുന്നത്. സ്റ്റാലിൻ, എന്തൊക്കെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ? മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ഷട്ടറുകൾ തുറന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നമ്മൾ രാവിലെ റിപ്പോർട്ട് ചെയ്ത പോലെ തന്നെ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ഷട്ടറുകൾ തുറന്നു. അത് ഈ കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വെള്ളം കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക ഷട്ടറാണ്. അത് നമ്മുടെ കേരളത്തിലെ തേക്കടിയിലാണ് ഈ ഷട്ടറുകൾ ഉള്ളത്. അത് തമിഴ്നാട്ടിലെ കൃഷിക്ക് വേണ്ടിയിട്ടുള്ള വെള്ളമാണ് ഇതിനു വേണ്ടി കൊണ്ടുപോകുന്നത്. സാധാരണഗതിയിൽ എല്ലാ ജൂൺ മാസത്തിനും കാലവർഷം ആരംഭിക്കുമ്പോൾ സമയത്ത് തന്നെ ജൂൺ മാസത്തിലാണ് ഇവിടുന്ന് ഈ ഷട്ടറുകൾ തുറന്ന് വെള്ളം അവർ തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ആ സമയത്ത് ആ മേഖലയിൽ വരൾച്ചയുടെ ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ കൃഷിക്ക് എപ്പോഴും വലിയ പ്രതിസന്ധികൾ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് എല്ലാ ജൂൺ മാസക്കാലത്തും ഇവിടുന്ന് ഷട്ടറുകൾ തുറന്ന് വെള്ളം കൊണ്ടുപോകുമായിരുന്നു. എന്നാൽ ഇത്തവണ അത് സാധിച്ചില്ല. കാരണം ഈ സമയത്ത് നമുക്ക് ഇവിടെയും മഴ കുറവായിരുന്നു. അതേപോലെ തന്നെ മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് വളരെ താഴ്ചയിലായിരുന്നു. 112 അടിയായിരുന്നു ജൂൺ 1 ആ കാലത്ത് മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ്. 120 അടി 118 അടിയൊക്കെ ആകുമ്പോഴാണ് ആ വെള്ളം കൊണ്ടുപോകാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് കഴിഞ്ഞ 2 മാസക്കാലമായിട്ട് അവർക്ക് വെള്ളം കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. നെൽകൃഷിയെ കണ്ടമാനായി ബാധിച്ചിരുന്നു. ഏതായാലും 14,707 ഏക്കർ സ്ഥലത്തേക്കുള്ള കൃഷിക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വെള്ളം കൊണ്ടുവന്നത്. എന്നിട്ട് 350 കനയടി വെള്ളം ആണ് ഇവിടുന്ന് തുറന്നു വിട്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ 10:00 തേക്കടിയില് കമ്പം MLA ജഗന്നാഥ് മിശ്രയും അതേപോലെ തേനി MP തങ്ക തമിഴ് സെൽവനും ഒക്കെ എത്തിയാണ് ഈ നടപടികൾ പൂർത്തിയാക്കി വെള്ളം താഴേക്ക് തുറന്നു വിട്ടിരിക്കുന്നത്. എന്തായാലും അതേസമയം തമിഴ്നാട്ടിൽ നല്ല രീതിയിൽ കൃഷി ചെയ്ത് കേരളത്തിലേക്ക് അരിയും പച്ചക്കറിയും ഉൾപ്പെടെയുള്ള ഭക്ഷ്യവസ്തുക്കൾ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വെള്ളം കൊണ്ടുപോകുന്നതെന്നും അതേപോലെ ജലനിരപ്പ് ഉയർത്തുന്നത് സംബന്ധിച്ചും ഈ MLA ഇതിനകത്ത് ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ജലനിരപ്പ് ഉയർത്തേണ്ടത് ആവശ്യമാണ്. നല്ല വെള്ളം തമിഴ്നാട്ടിലേക്ക് എത്തണം, നല്ല പച്ചക്കറി ഉൽപ്പാദിപ്പിച്ച് കേരളത്തിലേക്ക് തരണം എന്നൊക്കെ ചില വാദങ്ങളൊക്കെയാണ് ഇന്ന്
MLA ജഗന്നാഥ് മിശ്ര പറഞ്ഞത്. എന്തായാലും വെള്ളം ഇന്ന് 10:30 മുതൽ ഷട്ടറുകൾ തുറന്ന് വെള്ളം ഒഴുക്കി തുടങ്ങി. ശരി, സ്റ്റാലിനാണ് ഇടുക്കി ജില്ലയിൽ നിന്നും നമുക്ക് കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്. കണ്ണൂർ മട്ടന്നൂരിൽ കനത്ത മഴയെ തുടർന്ന് കാരക്കനാൽ ഇടിഞ്ഞു. ഇതേ തുടർന്ന് ഭീഷണിയിലായ സമീപത്തെ 10 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. വെള്ളിയാഴ്ച രാത്രി 11:30യോടെയാണ് സംഭവം. മട്ടന്നൂർ അഗ്നിരക്ഷാ സേനയും നാട്ടുകാരും ചേർന്നാണ് കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചത്. മൂവാറ്റുപുഴ മാറാടി കായനാട് 15-ാം വാർഡിൽ വീണ്ടും വൻ മണ്ണിടിച്ചിൽ. കഴിഞ്ഞ ദിവസം മണ്ണിടിഞ്ഞ അതേ പ്രദേശത്ത് ഇന്ന് ഉച്ച കഴിഞ്ഞാണ് കൂറ്റൻ മൺകൂന വലിയ ശബ്ദത്തോടെ പാറമടയിലെ വെള്ളത്തിലേക്ക് പതിച്ചത്. ഇതോടെ വെള്ളം സമീപത്തെ പന്നി ഫാമിലേക്കും വീടുകളിലേക്കും ഇരച്ചു കയറി. ഇന്ന് ജനപ്രതിനിധികളും റവന്യൂ ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്ത് പരിശോധന നടത്തി പാറമട നികത്താൻ തീരുമാനിച്ചതിന് പിന്നാലെയാണ് വീണ്ടും മണ്ണിടിച്ചിലുണ്ടായത്. തുടർച്ചയായ മണ്ണിടിച്ചിലിൽ ഭീതിയിലാണ് പ്രദേശവാസികൾ. മഴ ശക്തമാകുന്നതിന് മുൻപ് പാറമട സുരക്ഷിതമായി നികത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മല മൊത്തം പോന്നിട്ടുണ്ട്. അടിച്ചേറിയ തോട്ടം, റബ്ബർ തോട്ടം, ഒരു വീട്, ഫാം എല്ലാം തകർന്നിട്ടുണ്ട്. അയ്യോ, ഞാൻ കഷ്ടി ഓടി രക്ഷപ്പെട്ടു എന്നുള്ളൂ. അവിടെ കുറേ പിള്ളേരുണ്ടായിരുന്നു, അവരോട് മാറാൻ പറഞ്ഞായിരുന്നു. എന്താന്ന് ഞങ്ങൾക്കറിയില്ല. ഇപ്പം തന്നെ അടുത്ത് ഇടിയാൻ പോരുന്നുണ്ട് കുറേശ്ശായിട്ട് പോരുന്നുണ്ട്. എടാ പോടാ, മോളിട്ട് പോ. എടാ കേറി പോടാ. വയനാട് പുത്തുമല ദുരന്ത ബാധിതരുടെ പുനരധിവാസം പൂർണ്ണമായില്ലെന്ന് ആരോപിച്ച് പ്രതിഷേധമുയരുന്നു. 49 കുടുംബങ്ങളാണ് വായ മൂടിക്കെട്ടി മൗന പ്രതിഷേധം സംഘടിപ്പിച്ചത്. വിഷയം നിരവധി തവണ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഫലപ്രദമായ ഇടപെടലുകൾ ഉണ്ടായില്ല എന്നാണ് ആക്ഷേപം. 2019 ഓഗസ്റ്റ് 8-ന് മേപ്പാടി പുത്തുമലയിലുണ്ടായ ഭീമൻ ഉരുൾപൊട്ടലിൽ വീടും കിടപ്പാടവും നഷ്ടപ്പെട്ടവരുടെ ദുരിതമാണ് ഇപ്പോഴും തുടരുന്നത്. വേറൊന്നും ഞങ്ങൾ ചോദിക്കുന്നില്ല. ഞങ്ങൾ അംഗനവാടിയോ മറ്റുള്ള കാര്യങ്ങളൊന്നും ഞങ്ങൾ ചോദിക്കുന്നില്ല. കിടന്നുറങ്ങാൻ വേണ്ടി മനസ്സമാനത്തോട് കൂടി ഒരു ജീവൻ പൊടിയാതെ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ 7 വർഷമായി ഒരു റോഡ് വിക്കറ്റിന് വലിയ കളക്ടർ ഓഫീസിലൊക്കെ മറ്റുള്ള വിഷയങ്ങൾ പെട്ടതായിട്ടുള്ള ഒരു പരിപാടി ഞങ്ങൾ എടുക്കുന്നില്ല. അപ്പൊ ഇത് സൂചനമായിട്ടുള്ള ഒരു പരിപാടിയാണ്. മാറി മാറി വരുന്ന സർക്കാരുകൾ ആരെയും കുറ്റം പറയാൻ ഉദ്ദേശിക്കുന്നില്ല. 2025 മുതൽ നമ്മൾ കളക്ടറേറ്റുമായിട്ട് നിരന്തരം ഈ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ വീടുമായി ചോർച്ചയുമായി ബന്ധപ്പെട്ടിട്ട് ഇന്ന് വരെ അതിനൊരു യാതൊരു പരിഹാരവുമായിട്ടില്ല. ഇതിന് എത്രയും പെട്ടെന്നൊരു പരിഹാരം കാണാൻ വേണ്ടിയാണ് ഇന്ന് നമ്മൾ ഒരു വാമൂടി കെട്ടിയ സമരവുമായി മുന്നോട്ട് ഇറങ്ങിയിട്ടുള്ളത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.